കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. എരുമപ്പെട്ടി പതിയാരം കാവാലം ചിറാക്കുളത്തിൽ മത്സ്യകൃഷിക്ക് നൽകിയിരുന്ന പാട്ടക്കരാർ പഞ്ചായത്ത് ഭരണസമിതി റദ്ദു ചെയ്തു. നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. പ്രദേശവാസികൾക്ക് ഉപയോഗിക്കുന്നതിനും കാർഷിക ജലസേചനത്തിനും വേണ്ടി സഹസ്ര സരോവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ചെലവഴിച്ച് നവീകരിച്ച കാവാലം ചിറ എസ് വസന്തലാലിൻ്റെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ LDF പഞ്ചായത്ത് ഭരണസമിതിയാണ് മത്സ്യകൃഷിക്ക് പാട്ടത്തിന് നൽകിയത്. 7 പേരടങ്ങുന്ന സ്വയം സഹായ സംഘത്തിന് പ്രതിവർഷം 500 രൂപ പാട്ടം നിശ്ചയിച്ച് 5 വർഷത്തേക്കാണ് കരാർ നൽകിയിട്ടുള്ളത്. എന്നാൽ നാട്ടുകാരുടെ പരാതി പ്രകാരം നിലവിലെ LDF ഭരണസമിതി കരാർ റദ്ദ് ചെയ്തിരിക്കുകയാണ്. 1 ഏക്കറിലധികം വിസ്തൃതിയുള്ള കുളം പൂർണ്ണമായും വല കെട്ടി മറച്ചതാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടയാക്കിയത്. വല കെട്ടിയതോടെ കുളത്തിൽ ഇറങ്ങി കുളിക്കുവാനും നീന്തുവാനും കഴിയാത്ത സാഹചര്യമാണെന്ന് നാട്ടുകാർ പരാതിയിൽ പറയുന്നു. ശക്തമായ പ്രതിഷേധത്തിനിടയിലാണ് പദ്ധതിയുടെ ഉദ്ഘാടനം അന്നത്തെ ഭരണസമിതി നടത്തിയത്. വല അഴിച്ചുമാറ്റണമെന്ന ആവശ്യമുന്നയിച്ച് പരാതി നൽകിയിട്ടും പഞ്ചായത്തിൽ നിന്നും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ നാട്ടുകാർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ പഞ്ചായത്ത് പാട്ടക്കരാർ നൽകിയത് നിയമാനുസൃതമല്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കരാർ നൽകാൻ തീരുമാനമെടുത്ത ദിവസം മത്സ്യം വളർത്തുന്ന ഗ്രൂപ്പ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നും പാട്ടത്തുക നിശ്ചയിക്കുന്നതിന് താൽപ്പര്യപത്രം ക്ഷണിക്കുകയോ ബന്ധപ്പെട്ട അധികാര സ്ഥാപനങ്ങളിൽ നിന്ന് കുളത്തിൻ്റെ മൂല്യത്തിനനുസരിച്ച് പാട്ടത്തുക നിശ്ചയിക്കുകയോ ചെയ്തിട്ടില്ല എന്നും കണ്ടെത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാവാലം ചിറ കുളം പൊതുജനത്തിന് ഉപയോഗിക്കാവുന്ന തരത്തിൽ വല നീക്കം ചെയ്ത് പൂർവ്വസ്ഥിതിയിൽ ആക്കി റിപ്പോർട്ട് ചെയ്യുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ മെയ് 18 ചേർന്ന ഭരണസമിതി യോഗം പാട്ടക്കരാർ റദ്ദു ചെയ്യുന്നതിന് തീരുമാനമെടുത്തത്. കുളം പൂർവ്വസ്ഥിതിയിൽ ആക്കണമെന്നാവശ്യപ്പെട്ട് മത്സ്യവളർത്തൽ ഗ്രൂപ്പിന് നോട്ടീസ് നൽകിയിട്ടുണ്ടെങ്കിലും ഇത് പ്രാവർത്തികമാക്കിയിട്ടില്ലെന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട്. You are watching VCV News.